സൗദി അറേബ്യ പുതിയ നീക്കത്തിലേക്കാണ്. ഇസ്രയേലുമായിട്ട് യാതൊരു വിധത്തിലുള്ള ചർച്ചയ്ക്കും തയ്യാറല്ല എന്നവർ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. എന്താണ് ആ നീക്കത്തിന് പിന്നിൽ ഉണ്ടാകാൻ പോകുന്നത്? അല്ല, അത് ട്രംപിൻ്റെ ഒരു വലിയൊരു സ്വപ്നത്തിൻ്റെ തിരിച്ചടിയാണ്. ട്രംപിൻ്റെ ഒരു സ്വപ്നം എന്ന് വെച്ചാൽ ഈ ഫലസ്തീനും അറബ് രാജ്യങ്ങളും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നം തീർക്കുക എന്നുള്ളതായിരുന്നു. ഈ പ്രശ്നങ്ങൾ തീർക്കൊണ്ട് പാലസ്തീൻ ഒരു നോൺ എന്താ പറയുക ഒരു ഇവരുടെ കോമൺ വിഷയമല്ലാതാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ആ മേഖലയിൽ സമാധാനം കൊണ്ടുവരിക, എന്നിട്ട് നോബൽ സമ്മാനം അടിച്ചെടുക്കുക, സമാധാനത്തിനുള്ള നോബൽ സമ്മാനം അടിച്ചെടുക്കുക, ഇതായിരുന്നു ട്രംപിൻ്റെ പ്ലാൻ. നോബൽ സമ്മാനം അടിച്ചെടുക്കുന്നതിലുപരിയായി പ്രദേശം സമാധാനം കൊണ്ടുവരിക, അതായിരുന്നു പ്ലാൻ. അപ്പോൾ അതിൽ പലസ്തീൻ ചർച്ചയാവരുത്, പലസ്തീനികൾ എന്തോ ആയിക്കോട്ടെ എന്നുള്ളതായിരുന്നു. പലസ്തീൻ അതിൻ്റെ സെൻട്രൽ സ്റ്റേജിൽ വരാൻ പാടില്ല. അപ്പോൾ ട്രംപ് ആദ്യത്തെ ഘട്ടത്തിൽ അത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. അങ്ങനെയാണ് എബ്രഹാമിക് അക്കോർഡ് എന്ന് പറയുന്നത്. എബ്രഹാമിക് റിലിജൻസ് ആണല്ലോ ഇസ്ലാം, ക്രിസ്ത്യാനിറ്റി ആൻഡ് ജുഡായിസം. ഈ ഇവാഞ്ചലിസ്റ്റുകൾ സമ്മതിക്കില്ല. അവന്മാരെ സംബന്ധിച്ചാലും ട്രംപിനും വേണ്ട, നമുക്കും ആവശ്യമില്ല. അവന്മാർ കോമൺ ട്രഡീഷനാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ അക്കോർഡ് സൈൻ ചെയ്തു. അപ്പോൾ ദുബായ്, UAE, ഇസ്രായേൽ, UAE റെപ്രസെൻറ്റിങ് ഇസ്ലാമിക് കൺട്രീസ് ആൻഡ് അമേരിക്ക റെപ്രസെൻറ്റിങ് ക്രിസ്ത്യൻ കൺട്രീസ് ആൻഡ് ഇസ്രായേൽ റെപ്രസെൻറ്റിങ് ദ ജൂയിഷ് കൺട്രി. ഇതായിരുന്നു അതിൻ്റെ ജൂയിഷ് നേഷൻ. ഇതായിരുന്നു അതിൻ്റെ ഫോർമാറ്റ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് അന്ന് ഉദിച്ചത് സൗദി അറേബ്യയാണ്. സൗദി അറേബ്യ ആണല്ലോ ഈ മക്ക നിൽക്കുന്ന സ്ഥലം എന്ന രീതിയിൽ അറബ് ലോകത്തെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പ്ലെയർ, വലിയ രാജ്യമൊക്കെ സൗദി അറേബ്യയാണ്. സൗദി അറേബ്യ ഇസ്രായേലുമായിട്ട് ബന്ധം സ്ഥാപിക്കും എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതോടുകൂടി തന്നെ ഈ ഫലസ്തീൻ വിഷയം ഇല്ലാതാവും. കാരണം സൗദി ബന്ധം സ്ഥാപിക്കുന്നതോടുകൂടി പിന്നെ GCC മൊത്തം അതിന് അനുകൂലമായ നിലപാടെടുക്കുകയും അത് അവസാനം ഫലസ്തീൻ വിഷയം ആ ഏരിയയിലൊന്നും ചർച്ച ചെയ്യപ്പെടാത്ത കാര്യമായി മാറുകയും ചെയ്യും. മുഹമ്മദ് ബിൻ സൽമാൻ ആണെങ്കിൽ ഈ ട്രംപിനെ പോലെ നമുക്ക് സൗദിയുടെ കാര്യം നോക്കിയാൽ മതി എന്ന് ചിന്തിക്കുന്ന ആളും. പക്ഷേ സൗദി ഇപ്പം നിലപാട് മാറ്റി, അല്ലെങ്കിൽ നിലപാട് കടുപ്പിച്ചു. ഈസ്റ്റ് ജെറൂസലേം കേന്ദ്രീകരിച്ചുകൊണ്ട് ഫലസ്തീൻ രാജ്യം സ്ഥാപിക്കപ്പെടുന്നവരെ ഇസ്രായേലുമായി ചർച്ചയില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എന്നെ ഞെട്ടിക്കുന്നത് ഈ ഒരു കാര്യത്തിൽ എന്തുകൊണ്ടാണ് സൗദി ഇങ്ങനെ നിലപാടെടുത്തതെന്നുള്ളതാണ്. ഒന്ന്, പലസ്തീൻ രാജ്യം എന്നുള്ള ഒരു കാര്യം ഇനി നടപ്പില്ല. അത് ഇസ്രായേൽ സമ്മതിക്കില്ല. ഇസ്രായേൽ സമ്മതിക്കേണ്ട പലസ്തീൻ രാജ്യം വരില്ല. UN അങ്ങനെയല്ല പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ചോദിക്കാം. ഇപ്പോൾ ഈ ലോകത്ത് കയ്യൊക്കുള്ളവൻ തന്നെയാണ് കാര്യക്കാരൻ. ഇസ്രായേൽ തന്നെയാണ് കാര്യക്കാരൻ. അമേരിക്ക പോലും കൺട്രോൾ ചെയ്യുന്ന ഇസ്രായേലാണ്. മാത്രമല്ല ഇസ്രായേലിൻ്റെ ഒരു കേപ്പബിലിറ്റി എന്താണെന്ന് അവർ അടുത്തിടെ ഗാസ ഏത് അറ്റം വരെയുള്ള ക്രൂരതയിലേക്കും നൃശംസതയിലേക്കും അവർ പോകുന്നുള്ള ഉദാഹരണമാണ്. അവർ 1000 പേരെ കൊന്നപ്പോൾ 50,000 ആളെയാണ് ഗസയിൽ കൊന്നത്, ഗാസയെ കൊന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് പേജർ ബോംബിങ്ങിലൂടെ ഹിസ്ബുള്ളയെ ഇല്ലാതാക്കിയത്. ഇറാനെ മിസൈൽ അടിച്ച് തകർത്തു വന്നില്ല. ഒരു രാത്രി മൊത്തം ഇറാനെ നാണം കെടുത്തിക്കൊണ്ട് അവരുടെ ആകാശം ഇസ്രായേൽ ഭരിച്ചു. സിറിയയിൽ അവരിഷ്ടപ്പെടുന്ന ഒരു ഗവൺമെൻറ് വന്നു. അതിന് ലോകത്ത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ഇൻ്റലിജൻസ് ഏജൻസികളുടെ പ്രധാനപ്പെട്ട ഒരു സ്വാധീന ശക്തി എന്ന് വെച്ചാൽ ഇൻ്റലിജൻസ് ഇൻപുട്ട് കൊടുക്കുന്നത് സഹായിക്കുന്ന മൊസാദാണ്. അപ്പം സൗദി അറേബ്യക്ക് നിലനിൽക്കണമെങ്കിൽ തന്നെ ഇസ്രായേലുമായിട്ട് പിണങ്ങിക്കൊണ്ട് നിലനിൽക്കാൻ പറ്റില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് കോമൺ സെൻസിക്കലാണ്. മുഹമ്മദ് ബിൻ സൽമാൻ ആണെങ്കിൽ ഈ പ്രത്യയശാസ്ത്രപരമായ ഭാണ്ഡങ്ങളൊന്നും വേണ്ട എന്നുള്ള നിലപാട് തന്നെയാണ്. പക്ഷെ അദ്ദേഹം ഇപ്പോൾ ശക്തമായ നിലപാടെടുത്തിരിക്കുന്നു, പലസ്തീൻ രാജ്യം വേണം എന്നാണ്. അത് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഇസ്രായേലിൻ്റെ അടുത്ത ടാർഗറ്റായി സൗദി അറേബ്യനെ മാറ്റും. സൗദി അറേബ്യനെ മാറ്റുന്ന സമയത്ത് സംഭവിക്കാൻ പോകുന്നത് മുഹമ്മദ് ബിൻ സൽമാൻ തന്നെ കഴിഞ്ഞപ്പോൾ പറയുന്നത് ഞാൻ ചിലപ്പോൾ കൊല ചെയ്യപ്പെടാം, മൊസാദിൻ്റെ ശത്രുവായി ചിലപ്പോൾ കൊല ചെയ്യപ്പെട്ടെന്ന് വരും. അപ്പോൾ അവിടെ പിന്നെ അതിനുശേഷം വരാൻ പോകുന്നത് ഒരു ഭരണകൂടത്തെ ചിലപ്പോൾ അമേരിക്കയും ഇസ്രായേലുമായിരിക്കും സ്വാധീനിക്കുന്നത്. ഏതായാലും ഒരു വൈസ് ഡിസിഷൻ അല്ല അത് മറിച്ച് സദ്ദാം ഹുസൈൻ അമേരിക്കയോട് കാണിച്ച പോലെ ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാരോട് കാണിച്ച പോലെയുള്ള അതിര് കടന്ന ശൂരത്വമാണ്. ഈ ശൂരത്വം നാശത്തിലെത്തിക്കും. ഇപ്പോൾ എബ്രഹാമിക് അക്കോർഡ് വന്നു കഴിഞ്ഞാൽ അവിടെ വലിയ രീതിയിൽ സമാധാനമായ ഏരിയയിൽ വരും എന്നുള്ള സത്യമാണ്. രണ്ട് പലസ്തീൻ അഭയാർത്ഥികളുടെ പ്രശ്നമാണ്. അവരെ മറ്റെവിടെയെങ്കിലും പുനരധിവസിപ്പിക്കണം, അതല്ലാതെ മറ്റു വഴിയില്ല. അപ്പോൾ അവർക്ക് അവിടെ തന്നെ താമസിക്കണമെന്ന് അവർ പറയുകയാണെങ്കിൽ ഇസ്രായേൽ സമ്മതിക്കുന്നില്ല. ഇസ്രായേലിനാണെങ്കിൽ ഈ ലോകത്ത് എവിടെ എന്തും ചെയ്യാനുള്ള ശേഷിയുള്ള ഒരു രാജ്യമാണ്. പിന്നെ അപ്പോൾ ടാക്റ്റിക്കലായിട്ടുള്ള നിലപാടെടുക്കുക എന്നുള്ളതാണ് വേണ്ടത്. അപ്പോൾ അത് ചെയ്യാതെ പലസ്തീൻ പ്രശ്നം ആ രീതിയിൽ തന്നെ പോവുകയും സൗദി അറേബ്യയും നിലപാടെടുക്കുകയും ചെയ്യുമ്പോൾ സമാധാനം ഒരു ചോദിച്ചിട്ടുണ്ടാണ്. രണ്ട്, ഹമാസിൻ്റെ ആവശ്യം തന്നെയായിരുന്നു ഈ എബ്രഹാമിക് അക്കോർഡ് തകർക്കുക എന്നുള്ളതായിരുന്നു ഹമാസിൻ്റെ ആവശ്യം. അതുകൊണ്ടാണ് അവർ നെതന്യാഹു ചാൻസ് കൊടുത്തപ്പോൾ കയറി അങ്ങ് വിളയാടി കളഞ്ഞത്.
അതിൻ്റെ പേരെ അവിടുത്തെ പാവം ജനങ്ങൾ കൊടുക്കേണ്ടി വന്നു എന്നല്ലാതെ ഹമാസിന് വലിയ നഷ്ടമൊന്നും വന്നിട്ടൊന്നുമില്ല. കേഡേഴ്സൊക്കെ പോയിട്ടുണ്ടോ. പക്ഷേ പിന്നെയും ഈ പലസ്തീൻ വിഷയം ലോകത്തിൻ്റെ സെൻട്രൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുള്ളൂ. കൊണ്ടുവന്നിട്ട് എന്ത് കാര്യം, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്നു മാത്രം. ചാനലുകൾക്കും ഒക്കെ സംസാരിക്കാനുള്ള വിഷയം കിട്ടുന്നില്ലാതെ പ്രത്യേകിച്ച് ഒരു കാര്യം വരുന്നില്ല. ഇസ്രായേൽ എന്ത് വിചാരിച്ചത് അവർ നടപ്പിലാക്കും, കാര്യത്തിൽ ഒരു സംശയമില്ല. അവർ വിശാല ഇസ്രായേലാണ് അവർ ഉദ്ദേശിക്കുന്നത്. വിശാല ഇസ്രായേൽ നടപ്പിലാക്കാനുള്ള ശേഷി അവർക്കുണ്ട്. അവരതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശേഷി ഈ പറഞ്ഞ അറബ് രാജ്യങ്ങൾക്ക് ഒന്നിനുമില്ല. പക്ഷേ അവരുമായിട്ട് നല്ല രീതിയിൽ നിന്നുകൊണ്ട് തടി രക്ഷപ്പെടുത്താനാണ് ഈജിപ്തും ജോർദാനും നോക്കുന്നത്. എന്നിട്ട് പോലും ജോർദാനും ഈജിപ്തും ഒക്കെ എല്ലാം അവരുടെ വിശാല ഇസ്രായേൽ നോന്നുള്ള അതിർത്തിയിൽ വരുന്നുണ്ട്. ഇനി അതുകൊണ്ടാണ് സൗദി അറേബ്യ ഇങ്ങനെ നിലപാടെടുത്തത്. അതായത് ഇവരൊരു ഫ്രണ്ട്ലി ആയിട്ട് എന്തൊരു കാര്യമൊന്നുമില്ല, ഫ്രണ്ട്ലി ആയിരുന്ന രാജ്യങ്ങൾ ഇവരുടെ അതിർത്തിയിൽ വരുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങളൊക്കെ സൗദിയോടൊപ്പം എല്ലാവരും നിൽക്കുന്നില്ല. അപ്പോൾ ഈ ജോർദാൻ ഈജിപ്റ്റൊക്കെ നിൽക്കണമെങ്കിൽ ഈ വിശാല ഇസ്രായേൽ എന്നുള്ളത് കുറച്ചും കൂടി ഒരു കൺഫർമേഷൻ വരണം. അങ്ങനെ നിന്നിട്ട് കാര്യമില്ലല്ലോ, ഇവരൊക്കെ ഒരുമിച്ച് യുദ്ധം ചെയ്താലേ. അന്നാണെങ്കിൽ പിന്നെയും പറ്റിയത് ഒരുമിച്ച് ഒരേ സമയം ഇവർ വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇസ്രായേലിനെ തോൽപ്പിക്കാൻ പറ്റും. ഇന്നതല്ല, ഇസ്രായേലിന് അത്യന്താധുനികമായ ആയുധങ്ങളുണ്ട്, ആണവായുധമുണ്ട്. അവരത് പ്രയോഗിക്കുകയും ചെയ്യും, ഒരു മടി അവർക്കില്ല. 2000 വർഷം ലോകത്ത് മൊത്തം പീഡിപ്പിക്കപ്പെടും. കേരളത്തിലും ഈ പറയുന്ന മുസ്ലിം രാജ്യങ്ങളിലും മാത്രമാണ് വലിയ രീതിയിൽ അവർ പീഡിപ്പിക്കപ്പെടാതെ. കേരളത്തിൽ തീരെ പീഡിപ്പിക്കപ്പെട്ടില്ല. പിന്നെ പ്രൊട്ടക്ഷൻ കിട്ടിയൊന്ന് മുസ്ലിം രാജ്യങ്ങളാണ്. മുസ്ലിം ഖലീഫ ഭരിച്ചിരുന്ന ഉമയ്യദ് ഡൈനാസ്റ്റി, അതുപോലെ തുർക്കി, ഇവിടെയൊക്കെയാണ് അത് അവർ പീഡിപ്പിക്കപ്പെടാതെ ഇരുന്നിട്ടുള്ളത്. ബാക്കി എല്ലാ സ്ഥലത്തും അവർ പീഡിപ്പിക്കപ്പെട്ടതാണ്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവർ പ്ലാൻ ചെയ്ത ലോകമാണിപ്പോൾ. ഇതെല്ലാം അവർ പ്ലാൻ ചെയ്തതാണ്. കത്തോലിക്ക സഭയിലുണ്ടായ സ്പ്ലിറ്റ് പോലും പ്രൊട്ടസ്റ്റൻറ്റും ഈ കത്തോലിക്കരായി മാറിയതിന് പിന്നിൽ പോലും ഇവരുടെ തലയായിരിക്കും. അങ്ങനെ എങ്കിലും അവർക്ക് കത്തോലിക്ക സഭയിൽ സ്പ്ലിറ്റ് ഉണ്ടായാലും അവർക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പ്രൊട്ടസ്റ്റൻ്റ് ആയാലും ഇപ്പോൾ അവരുടെ കൂടെയാണ്. യൂതന്മാർ പറയുന്നത് തന്നെയാണ് പ്രൊട്ടസ്റ്റൻ്റാരും പറയുന്നത്. മനസ്സിലായി? അപ്പം ആ രീതിയിൽ ജനാധിപത്യ ലോകത്ത് കൊണ്ടുവന്നവരാണ്. കാരണം ജനാധിപത്യത്തിൽ എന്താണ്, ഓരോ ആളുകൾക്കും പവർ കിട്ടണം, മാനിപ്പുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. രണ്ടാമത് സോഷ്യലിസം, കമ്മ്യൂണിസം, അതിന് പിന്നെ ഹിറ്റ്ലർ പറയുന്ന അവരാണെന്ന് സാധ്യതയുണ്ട്. കാരണം ഇവർക്ക് സ്വന്തമായ രാജ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ലോകത്താർക്കും രാജ്യം ഉണ്ടാകാൻ പാടില്ല. സോഷ്യലിസം, കമ്മ്യൂണിസം പറയുന്നത് തൊഴിലാളി വർഗ സർവാധിപത്യവും സാർവദേശീയതയുമാണ്. അപ്പോൾ അങ്ങനെ അവർ എവിടെ എന്ത് വിചാരിച്ചോ ആ രീതിയിൽ പ്ലാൻ ചെയ്ത് എത്തിക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. അവർക്കെതിരെയുള്ള ഓരോ ശത്രുക്കൾ അവർ തീർത്തിട്ടുണ്ട്. ഇനിയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ അവരൊരു ഫൈറ്റിന് പോയി കഴിഞ്ഞാൽ പാണ്ഡ്യലോകയോട് തവള യുദ്ധം ചെയ്യുന്ന പോലെ ഉണ്ടാവും. അല്ല, ഈ അമേരിക്കയെ നിയന്ത്രിക്കുന്നത് ഇസ്രായേലാണെന്ന് പറഞ്ഞല്ലോ, അത്ര രീതിയിൽ കാര്യങ്ങളങ്ങ് മാറി ഉണ്ട്. അമേരിക്ക തന്നെ ഒരു വലിയ യുദ്ധം ഇന്റേണലി നടന്നിരുന്നു. ഫോർഡ് ഉൾപ്പെടെയുള്ള മുതലാളിമാർ അവിടെ ജൂതന്മാർക്ക് സ്വാധീനം ഏറെ വരുന്നതിൽ വളരെ അസംതൃപ്തരായിരുന്നു. അവർ അതിനെതിരെ അവിടെ ശക്തമായ പ്രതിരോധം 1930-40 കാലഘട്ടത്തിൽ നടത്തിയിട്ടുമുണ്ട്. പക്ഷേ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഈ ഫോർഡ് ഒക്കെ അതിന് മുമ്പേ ഹിറ്റ്ലറിനെ സപ്പോർട്ട് ചെയ്തായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഹിറ്റ്ലർ തോറ്റോടുകൂടി ഇവരെയൊക്കെ വോയിസ് നഷ്ടപ്പെട്ടു. ജൂതന്മാർ വളരെ ശക്തരായി വന്നു. ലോകത്തെമ്പാടത്തുള്ള എസ്പെഷ്യലി ഈ യൂറോപ്യൻ രാജ്യങ്ങളിലെ ജൂയിഷ് സമ്പത്ത് മൊത്തം അമേരിക്കയിൽ കുന്നുകൂടി. അമേരിക്കയിലെ പ്രധാനപ്പെട്ട കമ്പനികൾ നടത്തുന്നവരാണ് ഇവർ. തന്നെയാണ് അമേരിക്കയിലെ രാഷ്ട്രീയക്കാരെ സ്പോൺസർ ചെയ്യുന്നത്. അപ്പോൾ അമേരിക്ക CIA-യിലെല്ലാം ഇവരുടെ മോഡ്യൂൾസ് ഉണ്ട്. അപ്പം അവരുടെ ഇന്റേണൽ ആയിട്ടുള്ള ശത്രുക്കളെ വീക്കം ചെയ്യുകയും ചെയ്തു. അപ്പം ഇൻഡയറക്റ്റ്ലി അമേരിക്കയെ നിയന്ത്രിക്കുന്നത് ഇവരാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.